എറണാകുളം മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ ഔദ്യോഗിക വിഭാഗത്തിന്റെ പ്രതിഷേധം. സിനഡ് കുർബാന അർപ്പിച്ച വൈദികരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. സിനഡ് വിരുദ്ധമായി പള്ളിയിൽ ജനാഭിമുഖ കുർബാന നടത്തിയ വികാരി ജനറൽ ആന്റണി പെരുമായനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ആവശ്യം. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപതയില് AMT ഗുണ്ടകളുടെ നേതൃത്വത്തില് വിമത വൈദികരുടെ നേതൃത്വത്തിൽ വ്യാപകമായ അഴിഞ്ഞാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ ആവശ്യപ്പെട്ടതിന് പ്രകാരം സഭയുടെ പരിശുദ്ധ കുർബാന ഡിസംബർ 25 എല്ലാ പള്ളികളിലും തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത് മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പയുടെ കൽപ്പന അനുസരിച്ച് തന്നെ നിരവധി വൈദികർ അതിരൂപതയിൽ 25 തീയതി മുതൽ പരിശുദ്ധ കുർബാന തുടങ്ങുകയുണ്ടായി. അതായത് ഒറ്റ കുർബാനയല്ല, അന്ന് മുതൽ കുർബാന അർപ്പണ രീതി തുടരുകയുണ്ടായി. തുടർന്ന പള്ളികളിൽ AMT ഗുണ്ടകളെ പറഞ്ഞുവിട്ട് വിമത വൈദികർ തെരഞ്ഞു പിടിച്ച് അവിടെ പള്ളികളിൽ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, പള്ളികൾ പൂട്ടേണ്ട അവസ്ഥയുണ്ടായി. അർച്ചന ചേരുന്നു. അർച്ചന, ബിഷപ്പ് ഹൌസിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീകാർത്തിക, ക്രിസ്മസ് മുതൽ തുടങ്ങിയ പ്രതിഷേധമാണ് ആ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് അതിപ്പോഴും തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ എറണാകുളം ബിഷപ്പ് ഹൌസിനുള്ളിൽ ഈ ഔദ്യോഗിക വിഭാഗം കുത്തിയിരുന്ന് സമരം നടത്തുന്നതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രധാനമായും ഇവരുടെ ആവശ്യം ഈ മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം സിറിൽ വാസർ സർക്കുലർ ഇറക്കിയിരുന്നു. ഈ സർക്കുലറിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ ക്രിസ്മസ് മുതൽ എല്ലാ പള്ളികളിലും, അതായത് അങ്കമാലി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണമെന്നായിരുന്നു. എന്നാൽ ഈ ക്രിസ്മസ് ദിനത്തിൽ ചില പള്ളികളിൽ മാത്രമാണ് ഈ ഏകീകൃത കുർബാന നടന്നത്. മറ്റ് പലയിടങ്ങളിലും ജനാഭിമുഖ കുർബാന നടന്നു. ഇവിടെയെല്ലാം ചില സംഘർഷ സാധ്യതകളും ഉണ്ടായിരുന്നു. ഈ കുർബാന അർപ്പിച്ച പിതാവിനെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മർദ്ദനത്തിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയെല്ലാം തന്നെ ഈ അക്രമം നടത്തിയവരെല്ലാം തന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം. അതായത് ഇവർക്കൊക്കെ നടപടിയെടുക്കണം എന്നാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം. മറ്റൊന്ന്, ഈ വൈദിക സമിതി ഇല്ലെന്ന് ഇവർക്ക് എഴുതി നൽകണമെന്നും ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആന്റണി പെരുമാളിനെ പ്രധാനമായും ഇയാൾ ഈ ജനാഭിമുഖ, അതായത് സിനഡ് കുർബാന അർപ്പിക്കുമെന്നവർക്ക് കത്തിൽ ഒപ്പിട്ട് നൽകിയിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ട് ഏകീകൃത കുർബാന നടത്തി, ജനാഭിമുഖ കുർബാന നടത്തി ഈ ആന്റണി പെരുമാളിനെ ഈ കൊച്ചിൻ പള്ളിയിൽ നിന്നും പുറത്താക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇയാളെ സസ്പെൻഡ് ചെയ്യണമെന്നും പിതാവിനെ സസ്പെൻഡ് ചെയ്യണമെന്നും ഈ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. പ്രധാനമായും ഇവർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബോസ്കോ പുത്തൂർ പിതാവിനെ കണ്ടിരുന്നു. പിതാവ് ഈ പ്രതിഷേധം ഈ തീരുമാനമെടുക്കണമെന്നാണ് പിതാവിനോട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 മണിക്കൂറിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിരൂപതയിൽ നിന്നും ആരെയും പുറത്തേക്ക് വിടില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു. ശ്രീകാർത്തിക.